Hey guys, welcome to day 6 of English Naturality program. So it's day 6 and you guys are doing incredibly well. So without any further delay, let's dive right in. So നമ്മുടെ നാച്ചുറാലിറ്റി പ്രോഗ്രാമിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നിങ്ങളെ ലാംഗ്വേജ് ഒന്ന് നാച്ചുറൽ ആക്കാന്നുള്ളതാണ്. എന്നാൽ കടിച്ചാൽ പൊട്ടാത്ത സാധനം ആക്കാന്നുള്ളതല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നമ്മൾ ഈ പ്രോഗ്രാം കവർ ചെയ്യുമ്പോൾ കുറച്ച് നമ്മളുടെ ആൾക്കാർ നമ്മളുടെ സ്റ്റുഡൻസ് കണക്ട് ചെയ്തിട്ട് ചോദിച്ചു, ബ്രോ നമുക്കിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിക്ഷണറിയിലുള്ള കുറേ വേർബ്സ് ഒക്കെ കവർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ഒരിക്കലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ കടിച്ചാൽ പൊട്ടാത്ത ബാക്കി കോമൺ ആയിട്ടുള്ള ഒരാളോട് സംസാരിച്ചാൽ അറിയാത്ത കുറേ വേർഡ്സ് നിങ്ങൾ യൂസ് ചെയ്താലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ശരിക്കും കമ്മ്യൂണിക്കേഷൻ ബാരിയർ ക്രിയേറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ പറയുന്ന സാധനം അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാരിയർ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിക്ഷണറിയിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അത് നേറ്റീവ്സ് പോലും മര്യാദ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് നാച്ചുറൽ ആക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണിത്. അതല്ലാതെ സൂപ്പർ അഡ്വാൻസ്ഡ് വേർബ്സിന് വേണ്ടിയിട്ടല്ല. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ dive right in. സോ നമ്മുടെ ഫസ്റ്റത്തെ ഡേ 1, ഡേ 2, ഡേ 3 നമ്മളുടെ ഇംഗ്ലീഷ് നാച്ചുറാലിറ്റി പ്രോഗ്രാമിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള ഇഡിയംസ്, എല്ലാവർക്കും മനസ്സിലാവുന്ന കുറേ ഇഡിയംസ്, ഫ്രേസസ്, കാര്യങ്ങളൊക്കെ, നല്ല എക്സ്പ്രഷൻസ് ഒക്കെ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഡേ 4, ഡേ 5 നമ്മൾ ഇങ്ങനത്തെ മോഡൽ ഓക്സിലറീസ് അങ്ങനെയൊന്നും നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട. നല്ല അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ്, ഇംഗ്ലീഷിലെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ കവർ ചെയ്തിരുന്നത്. അപ്പോൾ ഓൾറെഡി ഡേ 4 ഇതൊക്കെ കവർ ചെയ്തു, ഡേ 5 ഇവിടെ നിങ്ങൾ കവർ ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡേ 6 കുറച്ചും കൂടി അടിപൊളി എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ ഈ എക്സ്പ്രഷൻസ് കവർ ചെയ്യണതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഫസ്റ്റത്തെ ഞാൻ ഈ ഡേ 4 ഡേ 5 സെറ്റ് ഞാൻ കവർ ചെയ്തപ്പോൾ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്ജക്റ്റ്, ഓക്സിലറി, വേർബ്, ഒബ്ജക്റ്റ്, ടൈം. ഇതാണ് നമ്മുടെ കോമൺ സ്ട്രക്ചർ. അപ്പോൾ ഈ ഓക്സിലറിയുടെ പൊസിഷനിലാണ് ഈ പഠിപ്പിച്ചിരുന്ന സാധനങ്ങളൊക്കെ കുത്തി കയറ്റേണ്ടത്. അല്ലെങ്കിൽ അവിടെയാണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാവ് ടുവിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു, പിന്നെ V1 ആയിട്ട് ഗോ, ഐ ഹാവ് ടു ഗോ, ഇങ്ങനെ ആണ് യൂസ് ചെയ്തിരുന്നത്. കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനത്തിൽ എന്നാൽ അങ്ങനല്ല. അതായത് ഫസ്റ്റത്തേൽ സബ്ജക്റ്റ്, ഓക്സിലറി, വേർബ്, ഒബ്ജക്റ്റ്, ടൈം ആണ്. അതിൽ ഓക്സിലറിയുടെ പൊസിഷനിൽ യൂസ് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നതിൽ ഓക്സിലറിയുടെയും വേർബിൻ്റെയും ഇടയിൽ ഒരു പുതിയ ആളെ കൊണ്ടുവരികയാണ്. അതാണ് ഈ എക്സ്പ്രഷൻസ്. ഓക്സിലറിയുടെയും വേർബിൻ്റെയും ഇടയിൽ ഒരു പുതിയ ആളെ കുത്തിക്കയറ്റാണ്. അതാണ് ഈ എക്സ്പ്രഷൻസ്. അപ്പോൾ ഓക്സിലറി ആയിട്ട് എപ്പോഴും വരാൻ എന്തായിരിക്കും? ഓക്സിലറി ആയിട്ട് എപ്പോഴും വരാം. ഞാൻ ഈ പഠിപ്പിക്കുന്ന എല്ലാത്തിലും ഓക്സിലറീസ് ആയിട്ട് വരാം. ഈസ്, ആം, ആർ. ഈസ്, ആം, ആറാണ് ഓക്സിലറിയുടെ പൊസിഷനിൽ വരാം. അപ്പോൾ ഈസ് എവിടെയാണ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, സിംഗുലാറിന്റെ കൂടെ. ആർ എവിടെയാണ് യൂസ് ചെയ്യുക? പ്ലൂറലിന്റെ കൂടെ. ആം എവിടെയാണ് യൂസ് ചെയ്യുക? ഐന്റെ കൂടെ. അപ്പോൾ അതാണ് എപ്പോഴും ഓക്സിലറി ആയിട്ട് വരാം. പിന്നെ വേർബിന്റെ സ്ഥാനത്ത് ഓൾവേസ് വരാം V1 ആണ്. ആ V1ന്റെയും ഈ ഓക്സിലറിയുടെ ഇടയിലാണ് ഞാൻ പഠിപ്പിച്ചിരുന്ന ഈ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ലെറ്റ്സ് ഇപ്പോൾ സപ്പോസ് ടു ആണ് നമ്മൾ പഠിക്കേണ്ടത്. ബീനെ കുറിച്ച് നിങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. സപ്പോസ് ടു ആണ് പഠിക്കണമെന്ന് വിചാരിക്കുക. സപ്പോസ് ടു ആണ് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ആദ്യം നമ്മളുടെ ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റ് ഇടാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? യു, നീ എന്നുള്ള സബ്ജക്ട് യൂസ് ചെയ്ത്. അപ്പോൾ യു ആണ് വന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്സിലറി ആയിട്ട് നമ്മൾ പറഞ്ഞു ഈസ്, ആം, ആറാണ് എപ്പോഴും ഓക്സിലറി ആയിട്ട് വരാം. അപ്പോൾ യു യൂസ് ചെയ്തത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ആർ യൂസ് ചെയ്തു. അപ്പോൾ യു ആർ. എന്നിട്ട് ഞാൻ പഠിപ്പിച്ച ഈ എക്സ്പ്രഷൻ ഇടാം. സോ യു ആർ സപ്പോസ് ടു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ആ എക്സ്പ്രഷന് ശേഷമാണ് അപ്പോൾ സബ്ജക്റ്റ്, ഓക്സിലറി യൂസ് ചെയ്ത്, എക്സ്പ്രഷൻ യൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ വേർബ് യൂസ് ചെയ്യുക. വേർബ് എന്ന് പറയുന്നത് എപ്പോഴും V1 ആയിരിക്കും. സോ യു ആർ സപ്പോസ് ടു വിയർ, എന്നിട്ട് ഒബ്ജക്റ്റ് സീറ്റ് ബെൽറ്റ് ഓർ ഹെൽമെറ്റ്. യു ആർ സപ്പോസ് ടു വിയർ എ ഹെൽമെറ്റ്. അപ്പോൾ ഇതിന്റെ മീനിങ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്ട്രക്ചർ എനിക്ക് മനസ്സിലായില്ലേ? ആദ്യം സബ്ജക്റ്റ് യൂസ് ചെയ്തു യു, പിന്നെ നമ്മുടെ ഓക്സിലറി, അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഓക്സിലറി. സോ ആറ്, യു എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് യു ആർ, പിന്നെ എക്സ്പ്രഷൻ, അപ്പോൾ സപ്പോസ് ടു. സോ യു ആർ സപ്പോസ് ടു, പിന്നെ V1. അപ്പോൾ യു ആർ സപ്പോസ് ടു വിയർ, പിന്നെ ഒബ്ജക്റ്റ് ഹെൽമെറ്റ്. യു ആർ സപ്പോസ് ടു വിയർ എ ഹെൽമെറ്റ് ഓർ യു ആർ സപ്പോസ് ടു വിയർ സീറ്റ് ബെൽറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ ഇതിനെല്ലാത്തിനും വരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് യൂസേജിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ഇതാണ് സപ്പോസ് ടു. സപ്പോസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറേ എഡ്ജ് കേസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതാണ് എല്ലാവരും പറയാറുള്ളൂ. പിന്നെ കുറേ എഡ്ജ് കേസസും കാര്യങ്ങളൊന്നും വളരെ എന്താ പറയുക റയർ ആയിട്ട് വരാറുള്ളൂ. അപ്പോൾ തുച്ഛമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് എക്സാക്ട് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു മീനിങ് ആണ് ഇതിന് മലയാളത്തിൽ വരുന്നത്. ചെയ്യേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, നീ ഹെൽമെറ്റ് ധരിക്കേണ്ടതാണ്, നീ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതാണ്, നീ 10 മണിക്ക് ഇവിടെ എത്തേണ്ടതാണ്. അപ്പോൾ ചെയ്യേണ്ടതാണ്, ലൈക്ക് നിങ്ങളിവിടെ ക്വയറ്റ് ആയിട്ട്, നിങ്ങളിവിടെ ശാന്തരായിട്ട് ഇരിക്കേണ്ടതാണ്, ഇങ്ങനെയുള്ളൊരു മീനിങ് ആണ് കിട്ടുന്നത്. എന്നാൽ അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഫോമിലല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്?
ചെയ്യേണ്ടതാണെന്ന് പറയുമ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി. എന്നാൽ ചില സമയത്ത് ഇത് റൂളായി മാറും. അതായത് നീ ചെയ്യണം എന്നുള്ളൊരു ലെവലിലുള്ള ഒരു റൂളായിട്ടും ഇത് വരാറുണ്ട്. എന്തായാലും ചെയ്യണം, അത് റൂളായിട്ടും വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, യു ആർ നോട്ട് സപ്പോസ് ടു പാർക്ക് ഹിയർ, നിങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് റൂളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ റൂള് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി. ഇനി മലയാളത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ്, ചെയ്യേണ്ടതില്ല എന്ന് മാത്രമല്ല, അത് റൂളായി മാറും ചില സമയത്ത്. അപ്പോൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മീനിങ് ഇതിന് കിട്ടാറുണ്ട്. പിന്നെ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള, അങ്ങനെയാണ് ഇതിന്റെ മീനിങ് വരുന്നത്. സോ ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ട് എങ്ങനെ വരും നോക്കാം. യു ആർ സപ്പോസ് ടു വിയർ എ ഹെൽമെറ്റ്, അല്ലെങ്കിൽ യു ആർ സപ്പോസ് ടു വിയർ എ സീറ്റ് ബെൽറ്റ്. അതായത് നീ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ യു സബ്ജക്ട് ഇട്ടു, പിന്നെ ഓക്സിലറി ഇട്ടു, യു ആർ, പിന്നെ നമ്മൾ എക്സ്പ്രഷൻ ഇട്ടു. സോ യു ആർ സപ്പോസ് ടു, പിന്നെ V1. എപ്പോഴും ഞാൻ പറഞ്ഞു V1 ആണ് വരാ ഈ പഠിപ്പിക്കുന്ന എല്ലാത്തിനും. സോ യു ആർ സപ്പോസ് ടു വിയർ എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നാണ് മീനിങ് വരുന്നത്. സോ യു ആർ സപ്പോസ് ടു വിയർ എന്ന് പറഞ്ഞാൽ നീ അത് ധരിക്കേണ്ടതാണ്. എന്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സീറ്റ് ബെൽറ്റ് ആണ്. സോ യു ആർ സപ്പോസ് ടു വിയർ സീറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നീ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതാണ്. അപ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു റൂള് എന്നുള്ള ഫോർമാറ്റിലാണ് വന്നേക്കുന്നത്. യു ആർ സപ്പോസ് ടു വിയർ സീറ്റ് ബെൽറ്റ്. ഇനി വി ആർ സപ്പോസ് ടു, ഇനി ഇവിടെ V1 ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ബി ആണ്. V1 ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മീനിങ് എന്താ വരാന്ന് പറഞ്ഞാൽ ആകുക എന്നുള്ള ലെവലാണ്. സോ യു ആർ സപ്പോസ് ടു ബി there by 10 എന്ന് പറഞ്ഞാൽ നീ അവിടെ 10 മണിക്ക് എത്തേണ്ടതാണ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ഇനി വേറെ സാധനം നോക്കുന്നുണ്ടെങ്കിൽ വി ആർ, ഇപ്പോൾ നമ്മുടെ ലൈബ്രറിയിലൊക്കെ പണ്ട് ടീച്ചേഴ്സൊക്കെ ആയിട്ട് പോകുമ്പോൾ ടീച്ചേഴ്സ് പറയില്ലേ, നിങ്ങളിവിടെ ശാന്തരായിട്ട് ഇരിക്കേണ്ടതാണ്. അത് അവിടുത്തെ ഒരു റൂൾ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ശാന്തരായിരിക്കാൻ റെസ്പോൺസിബിൾ ആണെന്ന് പറയാറില്ലേ. അപ്പോൾ വി ആർ സപ്പോസ് ടു ബി ക്വയറ്റ്, നമ്മൾ ക്വയറ്റ് ആയിട്ട് ശാന്തരായിട്ട് ഇരിക്കേണ്ടതാണ്. വി ആർ സപ്പോസ് ടു ബി ക്വയറ്റ്. അല്ലെങ്കിൽ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുമ്പോൾ മറ്റേ പാർട്ടി അവിടെ കൊള്ളൊന്നുമില്ല. വി ആർ സപ്പോസ് ടു ബി ക്വയറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശാന്തരായിട്ട് ഇരിക്കേണ്ടതാണ്. ശാന്തരാവിൻ ആ സാധനം. ഓക്കെ, ഷീ സപ്പോസ്, അപ്പൊ ഷീ വന്നതുകൊണ്ട് ഈസ് ആണ് വരാം. അപ്പൊ ഇവിടെ ഞാൻ എസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, പക്ഷെ ഈസ് ആണ് ഇട്ടത്. ഓക്സിലറി ആണ് ഷീസ്. അപ്പൊ ഷീ ഈസ് സപ്പോസ് ടു ബി കോൾ ദ ക്ലയന്റ്. അപ്പോൾ ഇവിടെ കോൾ ആണ് V1 ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ യു ഷീ സപ്പോസ് ടു കോൾ എന്ന് പറഞ്ഞാൽ അവൾ വിളിക്കേണ്ടതാണ്. ആരെ? ഒബ്ജക്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ക്ലയന്റ്. പിന്നെ ടൈം ആയിട്ട് വന്നേക്കുന്നത് ദിസ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഈ ആഫ്റ്റർനൂൺ അവൾ ക്ലയന്റിനെ വിളിക്കേണ്ടതാണ്. ഷീ സപ്പോസ് ടു കോൾ ദ ക്ലയന്റ് ദിസ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ അവൾ ആ ക്ലയന്റിനെ വിളിക്കേണ്ടതാണ്. ആൻഡ് യു ആർ സപ്പോസ് ടു സ്പീക്ക് ഔട്ട് വെൻ യു സീ സംതിങ് റോങ്. അതായത് യു ആർ സപ്പോസ് ടു സ്പീക്ക് ഔട്ട്. അപ്പം യു ആർ സപ്പോസ് ടു, നീ ചെയ്യേണ്ടതാണ് എന്ത്? സ്പീക്ക് ഔട്ട്. അതാണ് അവിടെ V1 ആയിട്ട് വന്നേക്കുന്നത്. നീ തുറന്ന് പറയേണ്ടതാണെന്നുള്ള ഒരു സാധനമാണ് സ്പീക്ക് ഔട്ട്. സോ യു ആർ സപ്പോസ് ടു സ്പീക്ക് ഔട്ട് എപ്പോൾ? വെൻ യു സീ സംതിങ് റോങ്. ഇപ്പം നമ്മളുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ EBC എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ആദ്യമായിട്ട് ബിൽഡ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാ സ്റ്റാഫിനോടും പറയാറുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തുറന്ന് പറയാം. സോ യു ആർ സപ്പോസ് ടു സ്പീക്ക് ഔട്ട് വെൻ യു സീ സംതിങ് ഗോസ് റോങ്, ഓർ വെൻ സംതിങ് വെൻ യു സീ സംതിങ് റോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, എന്നെ നിങ്ങൾ തുറന്ന് പറയേണ്ടതാണ്. സോ യു ആർ സപ്പോസ് ടു സ്പീക്ക് ഔട്ട് വെൻ യു സീ സംതിങ് റോങ്. നിങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തുറന്ന് പറയേണ്ടതാണ്. അപ്പോൾ ചെയ്യേണ്ടതാണ്, നിങ്ങൾ തുറന്ന് പറയേണ്ടതാണ് എന്നാണ് മീനിങ് കിട്ടിയത്. ഇനി വേറെ സാധനം എന്ന് പറഞ്ഞത്, പിന്നെ ഇത് ഞാനിപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോപ്പിൽ വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൈക്ക് ഉണ്ടല്ലോ, ഈ മൈക്ക് ഞാൻ വാങ്ങിക്കാൻ പോയി. അപ്പോൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഓൺലൈനിൽ ഞാൻ നോക്കിയപ്പോൾ ഇതിന് എന്താണ് 6000 എന്തോ ആണ്. എന്നാൽ ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ ഇതിന് 10,000 പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇറ്റ്സ് സപ്പോസ് ടു ബി 6,000. ഇറ്റ്സ് സപ്പോസ് ടു ബി 6,000. അതായത് ഇത് 6,000 ആണ് ആവേണ്ടത്. അപ്പോൾ ബി ആണ് അവിടെ എന്തായിട്ട് യൂസ് ചെയ്തേക്കുന്നത്, നമ്മളുടെ വേർബ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് സപ്പോസ് ടു ബി 6,000 എന്ന് പറഞ്ഞാൽ ഇത് 6,000 ആണ് ആവേണ്ടത്. നിങ്ങൾ എന്തിനാണ് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത്? സോ ഇറ്റ്സ് സപ്പോസ് ടു ബി 6,000. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ വീഡിയോന്റെ കേസ് പറയുമ്പോൾ, ഈ വീഡിയോ ശരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടത് 6 മണിക്കല്ലേ? രാവിലെ 10 മണിക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ഇപ്പോൾ 8 മണിക്കാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്താ പറയാം, യു ആർ സപ്പോസ് ടു പോസ്റ്റ് ദിസ് വീഡിയോ അറ്റ് 10 o'clock എന്നുള്ള ലെവൽ പറയാം. അപ്പം നീ ഇത് 10 മണിക്ക് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. അതാണ് നിന്റെ റെസ്പോൺസിബിലിറ്റി. നീ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് റൂളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി വേറെ സംഭവം എന്ന് പറഞ്ഞാൽ യു ആർ സപ്പോസ് ടു കോൾ ഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവളെ വിളിക്കേണ്ടതാണ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. നീ അതിന് റെസ്പോൺസിബിൾ ആണ്. ഇനി യു ആർ നോട്ട് സപ്പോസ് ടു കോൾ ഹെർ. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, റൂൾ റെസ്പോൺസിബിലിറ്റി തമ്മിലുള്ള ചെറിയ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ റൂളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ യു ആർ സപ്പോസ് ടു കോൾ ഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടെ വിളിക്കേണ്ടതാണ്. ഇനി നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എളുപ്പമാണ് കേട്ടോ. ഇവിടെ 6 ഉണ്ട് ഓൾറെഡി ഓക്സിലറി ആയിട്ട്. ഇപ്പോൾ 6ന്റെ ബാക്കിൽ നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ യു ആർ നോട്ട് സപ്പോസ് ടു കോൾ ഹെർ എന്ന് പറഞ്ഞാൽ നീ അവളെ വിളിക്കേണ്ടതില്ല എന്നാണ് നിങ്ങൾ കാണുന്ന മീനിങ്. കാരണം ഇവിടെ ചെയ്യേണ്ടതാണെന്നാണ് മലയാളം വരുന്നത്. സോ നെഗറ്റീവ് വരുമ്പോൾ ചെയ്യേണ്ടതില്ല. സോ യു ആർ നോട്ട് സപ്പോസ് ടു കോൾ ഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവളെ വിളിക്കേണ്ടതില്ല. പക്ഷെ അവരുടെ ടോൺ ചേഞ്ച് ആവണമെന്ന് വെച്ചിട്ടാണ് ഇത് റൂളായി മാറുന്നത്. ഇപ്പോൾ യു ആർ നോട്ട് സപ്പോസ് ടു കോൾ ഹെർ എന്ന് പറഞ്ഞാൽ നീ അവളെ വിളിക്കേണ്ടതില്ല. എന്നാൽ ഞാൻ പറയുന്നത് യു നോട്ട് സപ്പോസ് ടു കോൾ ഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൂളായി. നീ അവളെ വിളിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ മീനിങ് വരാം. ആൻഡ് യു നോട്ട് സപ്പോസ് ടു പാർക്ക് ഹിയർ, അതായത്
നിങ്ങളിവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, അതൊരു റൂളായി മാറി. അപ്പോൾ റൂളും റെസ്പോൺസിബിലിറ്റിയാണ് മെയിനായിട്ട് വരാം. അപ്പോൾ ചെയ്യേണ്ടതുണ്ട്, ചെയ്യേണ്ടതില്ല, ചില സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മീനിങ്ങും കിട്ടും, റൂളായിട്ടും കിട്ടും. പിന്നെ ചെയ്യേണ്ടതുണ്ടോ, സോ ആർ യു സപ്പോസ് ടു കോൾ ഹർ, ഞങ്ങൾ വിളിക്കേണ്ടതുണ്ടോ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ സപ്പോസ് ടു ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് കവർ ചെയ്തത്, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇനി അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഗോയിങ് ടു. ഗോയിങ് ടു എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ചുമ്മാ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും, ഗോയിങ് ടു. സോ ഗോയിങ് ടു എന്ന് പറയുന്നത് എന്താണ്? ഗോയിങ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത്, ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ നമ്മളുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഗോ വേർബായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. സിമ്പിൾ പ്രസന്റ് അല്ല, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ. സോ ലെറ്റ്സ് സേ ഞാൻ അവളെ വിളിക്കാൻ പോകുന്നു. അപ്പൊ എന്താണ്? ഐ ആം ഗോയിങ് ടു കോൾ ഹെർ. ഐ എം ഗോയിങ് ടു കോൾ ഹെർ എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ വിളിക്കാൻ പോകുന്നു. വി ആർ ഗോയിങ് ടു പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, കണക്റ്റഡ് വേർബ്സും കൂടി നമ്മൾ ഇതിന്റെ കൂടെ പഠിക്കുന്നുണ്ട്. കണക്റ്റഡ് വേർഡ്സും കൂടി നമ്മൾ ഇതിന്റെ കൂടെ പഠിക്കുന്നുണ്ട്. കണക്റ്റഡ് വേർബ്സ് എന്ന് പറഞ്ഞാൽ ഗോയിങ് ടുനെ നിങ്ങൾക്ക് ഒരുമിച്ച് ചേർത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൊണ എന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ ഈ ഗൊണ, വണ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നേറ്റീവ്സ് യൂസ് ചെയ്യണോണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുണ്ടാവില്ല ഇവർ എന്താ പറയണെന്നുള്ളത്. അപ്പോൾ ഗോയിങ് ടുനെയാണ് നമ്മൾ ഗൊണ എന്ന് പറയാം. സോ ഗോയിങ് ടു എന്ന് പറഞ്ഞാൽ ഗൊണ എന്നും പറയാം. സോ ഐ എം ഗോയിങ് ടു കോൾ ഹെർ, ഞാൻ അവളെ വിളിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ഐ എം ഗോയിങ് ടു കോൾ ഹെർ ആണ്. അതിന് തന്നെ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഐ എം ഗോണ കോൾ ഹെർ. ഐ എം ഗോണ കോൾ ഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളെ വിളിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ ഞങ്ങൾ വി ആർ ഗോയിങ് ടു ഗ്രാബ് സം ഫുഡ്, ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നുള്ളതിനെ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? വി ആർ ഗോണ ഗ്രാബ് സം ഫുഡ്. വി ആർ ഗോണ ഗ്രാബ് സം ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതാക്കാൻ ഫുഡ് കഴിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് മീനിങ് വരുന്നത്. ആൻഡ് ഐ എം ഗോണ ഡു ദാറ്റ്, ഞാനത് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഐ എം ഗോയിങ് ടു ഡു ദാറ്റിനെയാണ് ഐ എം ഗോണ ഡു ദാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കണക്ട് വേർഡ്സ് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. ഐ എം ഗോണ ഡു ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്യാൻ പോകുന്നു. ആൻഡ് ഐ എം നോട്ട് ഗോണ ഡു ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കൽപ്പിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറയും ഐ എം നോട്ട് ഗോണ ഡു ദാറ്റ്. ഐ എം നോട്ട് ഗോണ ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ചെയ്യാൻ പോകുന്നു, ചെയ്യാൻ പോകുന്നില്ല നെഗറ്റീവ് ആക്കാൻ സുഖമാണ്. ആം ഇവിടെ ഓൾറെഡി ഓക്സിലറി ആയിട്ടുണ്ട്, അതിൻ്റെ ബാക്കിൽ ഒരു നോട്ട് ഇട്ട് കൊടുത്താൽ മതി. സോ ഐ എം നോട്ട് ഗോണ ഡു ദാറ്റ്. ആൻഡ് അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ യു വന്നു കഴിഞ്ഞാൽ ആറാണ് ഓക്സിലറി ആയിട്ട് വരാം, ആറിനടുത്ത് ഫ്രണ്ട് കിട്ടാൽ മതി. സോ ആർ യു ഗോണ ഡു ദാറ്റ്, നീ അത് ചെയ്യാൻ പോവുകയാണോ? ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, ചെയ്യാൻ പോകുന്നു, ചെയ്യാൻ പോകുന്നില്ല, ചെയ്യാൻ പോവുകയാണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ എബൌട്ട് ടു. എബൌട്ട് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗോയിങ് ടു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നു എന്നല്ലേ, ചെയ്യാൻ പോകുന്നു. അപ്പോൾ ചെയ്യാൻ പോകുന്നു എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന്റെ മീനിങ് വരാം. ഇവിടെ ഇതിന്റെ മീനിങ് വരാം എന്താണ്? എബൌട്ട് ടുന്റെ മീനിങ് വരാം ഇപ്പൊ തന്നെ ചെയ്യാൻ പോകുന്നു, ഇപ്പൊ തന്നെ തുടങ്ങും, ഇപ്പൊ തന്നെ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു മീനിങ് ആണ് വരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആലിയൊക്കെ നിങ്ങളുടെ അടുത്ത് മീറ്റിംഗ് ഇപ്പോൾ 8:30 മെസ്സേജ് അയക്കാറല്ലേ, ദ മീറ്റിംഗ് ഇസ് അബൌട്ട് ടു സ്റ്റാർട്ട്, മീറ്റിംഗ് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ മൂവി തിയേറ്ററിൽ ഇരുന്നിട്ട് നിങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് അറിയാമല്ലേ, ദ മൂവി ഇസ് അബൌട്ട് ടു സ്റ്റാർട്ട്, ദ മൂവി ഇസ് അബൌട്ട് ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ മൂവി ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾ ബാഗ് ഇങ്ങോട്ട് എത്തിക്കോളി. അപ്പോൾ പെട്ടെന്ന് തുടങ്ങുന്ന സാധനങ്ങളാണ് എബൌട്ട് ടു വെച്ചിട്ട് പറയാം. സോ ഈ പറഞ്ഞ പോലെ തന്നെ സബ്ജക്റ്റ് പിന്നെ ഈ സാമാർ എന്തായിട്ട് ഓക്സിലറി ആയിട്ട് യൂസ് ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ ആ എക്സ്പ്രഷൻ യൂസ് ചെയ്യേണ്ടത്. എക്സ്പ്രഷന് ശേഷമാണ് V1. സോ ഐ എം അബൌട്ട് ടു കോൾ ഹെർ, ഞാൻ ഇപ്പം തന്നെ അവളെ വിളിക്കാൻ പോകുന്നു. ദ മൂവി ഇസ് അബൌട്ട് ടു സ്റ്റാർട്ട്, ആ മൂവി ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. വി ആർ അബൌട്ട് ടു ബിഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് വി ആർ അബൌട്ട് ടു ബിഗിൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം ഇപ്പം തന്നെ ഇപ്പോൾ മീറ്റിങ്ങിലൊക്കെ ഞാൻ ഇരുന്നിട്ട് പറയും വി ആർ അബൌട്ട് ടു ബിഗിൻ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള സാധനമാണ്. പിന്നെ ദ മീറ്റിംഗ് ഇസ് അബൌട്ട് ടു ബിഗിൻ എന്ന് പറഞ്ഞാൽ ആ മീറ്റിംഗ് ഇപ്പം തന്നെ തുടങ്ങാൻ പോവുകയാണ്, അപ്പോൾ പോവുകയാണ് ഇപ്പം തന്നെ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള സാധനമാണ് അബൌട്ടിൽ വരുന്നത്. സോ ഐ എം അബൌട്ട് ടു ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ ഇറങ്ങാൻ പോവുകയാണ്. ആൻഡ് ഐ എം നോട്ട് അബൌട്ട് ടു ലീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ ഇറങ്ങാൻ പോകുന്നില്ല എന്നുള്ളൊരു മീനിങ്. ആർ യു അബൌട്ട് ടു ലീവ്, നീ ഇപ്പം തന്നെ പോവോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആർ യു അബൌട്ട് ടു ലീവ് എന്നുള്ളത് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് അബൌട്ട് ടു, വളരെ സിമ്പിളാണ്. ഇനി റെഡി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. റെഡി ടു ഈ ബി കൺസിഡർ ചെയ്യേണ്ടത്, ഈ ബി ഇട്ട് വെച്ചേക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈസി ആം 6 വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റെഡി ടു വരുമ്പോൾ എന്താണ്? റെഡി ടു വരുമ്പോൾ ആദ്യം സബ്ജക്ട് വെച്ചു, പിന്നെ ഈസി ആം 6, പിന്നെ ഈ റെഡി ടു എന്ന് പറയുന്ന എക്സ്പ്രഷൻ യൂസ് ചെയ്തു, പിന്നെ V1. അപ്പോൾ റെഡി ടു എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ തയ്യാറാണ്. ഫോർ എക്സാമ്പിൾ ഷീസ് റെഡി ടു ഹെൽപ്പ്, അവള് ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ഷീസ് റെഡി ടു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അവള് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ്, അല്ലെങ്കിൽ അവൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. ആൻഡ് ഷീസ് നോട്ട് റെഡി ടു, അപ്പോൾ ഈസിൻ്റെ ഇവിടെ ഓക്സിലറിയുടെ ബാക്കിൽ നോട്ട് ആയിട്ട് കൊടുത്താൽ മതി. സോ ഷീസ് നോട്ട് റെഡി ടു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അവൾ ഹെൽപ്പ് ചെയ്യാൻ റെഡി അല്ല എന്നാണ് മീനിങ്. ആൻഡ് ഈസി റെഡി ടു ഹെൽപ്പ്, അവൾ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നമ്മുടെ ആലിയയുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ആലിയ നീ നമ്മളുടെ ഈ സാധനങ്ങൾ ഇപ്പോൾ നമ്മളെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഇടാൻ റെഡിയാണോ? സോ അപ്പോൾ ഷെജീർ പറയും ഷീസ് റെഡി ടു ഹെൽപ്പ്, അവൾ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ അവൾ പറയും ഐ എം നോട്ട് റെഡി ടു ഹെൽപ്പ്, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ റെഡി അല്ല. അപ്പോൾ ഞാൻ പിന്നെ അവളോട് ചോദിക്കും ആർ യു റെഡി ടു ഹെൽപ്പ്, നീ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആണോ എന്ന് ചോദിക്കും. അപ്പോൾ റെഡി ടു എന്നുള്ളത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയുന്നതായിരിക്കാം, പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇട്ടെന്നിരിക്കുന്നത്, കാരണം ഇത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് റെഡി ടുവിനോട് വളരെ സിമിലർ ആയിട്ടുള്ള സാധനമാണ് വില്ലിംഗ് ടു.
വില്ലിംഗ് ടു പക്ഷേ റെഡി ടു യൂസ് ചെയ്യുന്ന പോലെ നേറ്റീവ്സ് വില്ലിംഗ് ടു യൂസ് ചെയ്യാറില്ല. ഇന്ത്യൻസ് ഒക്കെ കുറേ ആൾക്കാരും വില്ലിംഗ് ടു ആണ് യൂസ് ചെയ്യുക, പക്ഷേ നേറ്റീവ്സ് കൂടുതൽ യൂസ് ചെയ്യുക റെഡി ടു ആണ്. സെയിം തന്നെയാണ് മീനിങ്. ഫോർ എക്സാമ്പിൾ ഷീസ് വില്ലിംഗ് ടു ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീസ് വില്ലിംഗ് ടു ഹെൽപ്പ്, അല്ലെങ്കിൽ ഷീസ് വില്ലിംഗ് ടു വെയിറ്റ്, അല്ലെങ്കിൽ ഷീസ് വില്ലിംഗ് ടു ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ഷീസ് വില്ലിംഗ് ടു ഹെൽപ്പ്, അവൾ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. സെയിം തന്നെ മീനിങ്. ആൻഡ് ഷീസ് നോട്ട് വില്ലിംഗ് ടു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അവൾ റെഡി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ റെഡി അല്ല എന്നാണ് മീനിങ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് സെയിം ആണ്. പക്ഷേ കൂടുതൽ നിങ്ങൾ ഏത് യൂസ് ചെയ്യാൻ നോക്കാം, കൂടുതൽ റെഡി ടു യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോഴാണ് നിങ്ങളുടെ ആ ലാംഗ്വേജ് കുറച്ചും കൂടി നാച്ചുറലായി മാറുള്ളൂ. ആൻഡ് വേറൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ലി ടു. അപ്പോൾ ലൈക്ലി ടു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ലൈക്ലി ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയാം എന്തൊക്കെ പറഞ്ഞമ്മേ, ചെയ്യാൻ പോകുന്നു, ഇപ്പം തന്നെ ചെയ്യാൻ പോവുകയാണ്, ചെയ്യാൻ റെഡിയാണ്, ഇനി ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയില്ല ഞങ്ങൾ ഇന്ന് രാത്രി മൂവിക്ക് പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ലൈക്ലി ടു യൂസ് ചെയ്യുക. അപ്പോൾ സബ്ജക്റ്റ് ഈസ് ആർ, പിന്നെയാണ് ആ എക്സ്പ്രഷൻ യൂസ് ചെയ്യേണ്ടത്, എന്നിട്ട് വി വൺ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങൾ ഇന്ന് മൂവിക്ക് പോകാൻ ഇന്ന് രാത്രി മൂവിക്ക് പോകാൻ സാധ്യത ഉണ്ട്, അതെങ്ങനെ പറയും? അപ്പോൾ നമ്മളുടെ സബ്ജക്റ്റ് ടു വി, പിന്നെ വി വന്നുകൊണ്ട് നമ്മളുടെ എന്താണ് ഓക്സിലറി ആയിട്ട് ആർ ഇട്ടു, പിന്നെ നമ്മൾ എക്സ്പ്രഷൻ ഇട്ടു. സോ വി ആർ ലൈക്ലി ടു, എന്നിട്ട് എന്താണ് വി വൺ ഇടണം. സോ വി ആർ ലൈക്ലി ടു ഗോ. അപ്പോൾ ഞങ്ങൾ പോവാൻ സാധ്യത ഉണ്ടെന്നായി എങ്ങോട്ട് ടു എ മൂവി, ഒരു മൂവിക്ക്, ടു എ മൂവി. അപ്പോൾ ഒബ്ജക്റ്റ് ടു. സോ വി ആർ ലൈക്ലി ടു ഗോ ടു എ മൂവി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു മൂവിക്ക് പോകാൻ സാധ്യതയുണ്ട്. എപ്പോൾ ടൈം ഇട ലാസ്റ്റ് ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ ടൈം. സോ ടു നൈറ്റ്, ഇന്ന് രാത്രി, ടുഡേ നൈറ്റ് എന്നുള്ളതാണ് ടു നൈറ്റ്. സോ വി ആർ ലൈക്ലി ടു ഗോ ടു എ മൂവി ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു മൂവിക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഷീ ഈസ് ലൈക്ലി ടു ബി ലേറ്റ്. ബി ആണ് ഇവിടെ വി വൺ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ബി എന്ന് പറഞ്ഞാൽ ആകാൻ എന്നാണ് ബീൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഷീ ഈസ് ലൈക്ലി ടു ബി എന്ന് പറഞ്ഞാൽ അവൾ ആകാൻ സാധ്യതയുണ്ട്, എന്താവാൻ, ലേറ്റ് ആവാൻ. സോ ഷീ ഈസ് ലൈക്ലി ടു ബി ലേറ്റ് എന്ന് പറഞ്ഞാൽ അവൾ ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇറ്റ്സ് ലൈക്ലി ടു റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് ലൈക്ലി ടു റെയിൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് മീനിങ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയാം, ഇറ്റ്സ് റെയിനിങ്. അപ്പോൾ ഇറ്റ്സ് റെയിനിങ് ആണ്. അപ്പോൾ കറക്റ്റ് കൺവേർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് പെയ്യുന്നു എന്നൊക്കെയാണ് മീനിങ് കിട്ടുക. പക്ഷേ അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക. അത് ഞാൻ ഓൾറെഡി മുന്നത്തെ ലൈവിലും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് റെയിനിങ്ങിന് പകരം ഇറ്റ്സ് ലൈക്ലി ടു റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടി നിങ്ങൾക്ക്, അത് പെയ്യാൻ സാധ്യതയുണ്ട്, മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് ഇതിൻ്റെ എക്സാക്ട് മീനിങ് വരാം. ഇറ്റ്സ് ലൈക്ലി ടു റെയിൻ വെച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്തൊരു സാധനം എന്ന് പറയുന്നത് വി ആർ ലൈക്ലി ടു. ഓക്കെ, അടുത്ത അപ്പോൾ ലൈക്ലി ടു മനസ്സിലായില്ല. ലൈക്ലി ടുലും നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഓക്സിലറിയുടെ ബാക്കിൽ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ഹി ഈസ് ലൈക്ലി ടു ഷോ അപ്പ്. ഷോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഷോ അപ്പ് എന്ന് പറഞ്ഞാൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഹാജരാവാൻ, പ്രസന്റ് ആവാൻ. ഫോർ എക്സാമ്പിൾ കമ്മെന്ന് പറയില്ലേ, കമ്മിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് കണ്ടാൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും മീറ്റിങ്ങിൽ അവൻ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹീസ് ലൈക്ലി ടു ഷോ അപ്പ്. പുള്ളി ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ റിപ്ലൈ തന്നിട്ടുണ്ട്, അപ്പോൾ പുള്ളി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹീസ് ലൈക്ലി ടു ഷോ അപ്പ്, പുള്ളി വരാൻ സാധ്യതയുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അവൻ വരാൻ സാധ്യതയുണ്ട്. ഇനി നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഹീസ് നോട്ട്, അപ്പോൾ ഹീസിൻ്റെ ബാക്കിൽ നോട്ട് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഹീസ് നോട്ട് ലൈക്ലി ടു ഷോ അപ്പ് എന്ന് പറഞ്ഞാൽ അവൻ വരാൻ സാധ്യതയില്ല. ഞാൻ അവർക്ക് മെസ്സേജൊക്കെ അയച്ചു നോക്കി, വിളിച്ചു നോക്കി. സോ ഹീസ് നോട്ട് ലൈക്ലി ടു ഷോ അപ്പ്, അവൻ വരാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൊളീഗിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും എൻ്റെ അടുത്ത്, പുള്ളി വരാൻ സാധ്യതയുണ്ടോ, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, അത് നിനക്ക് അസൈൻ ചെയ്ത് തരട്ടെ എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക, അവൻ വരാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഈസി ലൈക്ലി ടു ഷോ അപ്പ്, അവൻ വരാൻ സാധ്യതയുണ്ടോ, അവൻ വരാൻ സാധ്യതയുണ്ടോ എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. സോ അതാണ് ലൈക്ലി ടു. അടുത്തൊരു സാധനം എന്ന് പറയുന്നത് ഇറ്റ്സ് ടൈം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള സമയമായി എന്നാണ് എൻ്റെ മീനിങ്. ചെയ്യാനുള്ള സമയമായി എന്നാണ് എന്തിൻ്റെ മീനിങ് വരുന്നത്, ടൈം ടുവിൻ്റെ മീനിങ് വരുന്നത്. സോ ഇറ്റ്സ് ടൈം ടു എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള സമയം. ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് ടൈം ടു സ്ലീപ്പ്, ഇറ്റ്സ് ടൈം ടു ഗോ ടു ബെഡ്. അപ്പോൾ ഉറങ്ങാനുള്ള സമയമായി അല്ലെങ്കിൽ പഠിക്കാനുള്ള സമയമായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ടൈം ടു സ്റ്റഡി. അപ്പോൾ ഇറ്റ്സ് ടൈം എന്നുള്ളത് ഫുള്ള് ഇറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, പിന്നെ ഈസ് ടു, പിന്നെ ടൈം ടു എന്നുള്ളതാണ് ശരിക്കും എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ടൈം ടു കഴിഞ്ഞിട്ട് ഒരു വി വൺ ആഡ് എടുത്താണ്. സോ ഇറ്റ്സ് ടൈം ടു ഗെറ്റ് റെഡി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മളുടെ പെരുന്നാളിൻ്റെ രാവിലെ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ മമ്മി വന്നിട്ട് നമ്മൾ തട്ടിയിട്ട് വിളിക്കില്ലേ, റെഡി ആവാൻ സമയമായി, വേഗം റെഡി ആവും. സോ ഇറ്റ്സ് ടൈം ടു ഗെറ്റ് റെഡി. അപ്പോൾ ഗെറ്റ് ആണ് അവിടെ വി വൺ ആയിട്ട് യൂസ് ചെയ്തിട്ട് എന്താവാൻ, റെഡി ആവാൻ. ഇറ്റ്സ് ടൈം ടു ഗെറ്റ് റെഡി. ഓക്കെ, അടുത്ത സാധനം ഇറ്റ്സ് ടൈം ടു ഗോ, പോവാൻ സമയമായി. അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയില്ലേ, ഇറ്റ്സ് ടൈം ടു ഗോ, അപ്പോൾ പോവാൻ സമയമായി. ഗോ എന്ന് പറഞ്ഞാൽ പോവാൻ, അപ്പോൾ ഇറ്റ്സ് ടൈം ടു ഗോ എന്ന് പറഞ്ഞാൽ പോവാൻ സമയമായി. അപ്പോൾ സമയമായി, ചെയ്യാനുള്ള സമയമായി എന്നുള്ളതാണ് ടൈം ടു. സോ ഇറ്റ്സ് ടൈം ടു ഹെഡ് ഹോം, വീട്ടിലേക്ക് പോകാനുള്ള. ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഗോ എന്നുള്ള ഓൾട്ടർനേറ്റീവ് ആണ്. സോ ഇറ്റ്സ് ടൈം ടു ഹെഡ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാൻ സമയമായി. ആൻഡ് ഇറ്റ്സ് ടൈം ടു ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങാൻ സമയമായി. അപ്പോൾ ഇറങ്ങാൻ സമയമായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ടൈം ടു ലീവ്. ആൻഡ് ഇറ്റ്സ് നോട്ട് ടൈം ടു ലീവ് യെറ്റ്. അപ്പോൾ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈസിൻ്റെ ബാക്കിൽ ഒരു നോട്ട് എടുത്ത് കൊടുത്താൽ. സോ ഇറ്റ്സ് നോട്ട് ടൈം ടു ലീവ് യെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ പോകാൻ സമയം ആയിട്ടില്ല. ആൻഡ് ഈസ് ടൈം ടു. അപ്പോൾ നമ്മൾ ബന്ധുക്കളെ വീട്ടിലൊക്കെ പോകുമ്പോൾ രാവിലെ മമ്മീൻ്റെ അടുത്ത് പറയില്ല, പോകാൻ സമയമായോ,
ഒന്നൊക്കെ നമ്മളെ അവിടുത്തെ ആൾക്കാരായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, ഇസ് ഇറ്റ് ടൈം ടു ലീവ്, ഇസ് ഇറ്റ് ടൈം ടു ലീവ് എന്ന് പറഞ്ഞാൽ പോകാൻ സമയമായോ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഇപ്പൊ ഇതാണ് നമ്മൾ ഇത്ര 6 നമ്മൾ ഓൾറെഡി പഠിച്ചു, 7 നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി വരുന്നതിന് കുറച്ചൊരു ആ സ്ട്രക്ചറിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഇതുവരെ പഠിപ്പിച്ച സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട്, പിന്നെ ഓക്സിലറി, എക്സ്പ്രഷൻ, വേർബ്, ഒബ്ജക്റ്റ്, ടൈം. അന്ന് ഇനി വരുന്നത് മാത്രം ഒരെണ്ണം കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. എന്നാൽ ഇത് വളരെ കോമൺ ആയതുകൊണ്ട് നമുക്ക് എന്താകാം, ഇതെന്തായാലും പഠിക്കണം. ആൻഡ് ഇത് നിങ്ങൾക്ക് ശരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മെയ്ക്ക് എന്ന് പറയുന്ന ഒരു വേർബ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് വളരെ കോമൺ ആയാലും നിങ്ങളുടെ ലാംഗ്വേജിൽ കുറേ സ്ഥലത്ത് ഇംപ്ലിമെന്റ് ചെയ്യണം, ഇഞ്ചെക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നത്. സിമ്പിളാണ്, ഒന്നുമില്ല. ആദ്യം നിങ്ങളെ മെയ്ക്ക് മാത്രം ആലോചിച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. മെയ്ക്ക് എന്നുള്ള ഒരു യൂസേജ് ആണ് നമുക്ക് പറയുന്നത്. സോ മെയ്ക്ക് എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഉണ്ടാക്കുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. എന്നാൽ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു മീനിങ്ങിൽ ചെറിയൊരു ഡിഫറൻസ് വരും. സോ സബ്ജക്ട് ആദ്യം യൂസ് ചെയ്യുക, സബ്ജക്ട് യൂസ് ചെയ്യുക, പിന്നെ മെയ്ക്ക് യൂസ് ചെയ്യുക, പിന്നെ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുക. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നീ എന്നാവും. അപ്പൊ എന്താ മീനിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ സബ്ജക്റ്റ്, ഓക്കെ, ഈ ഒരു സബ്ജക്റ്റ് ഈ ഒരു ഒബ്ജക്റ്റിനെ, ഇതിന്റെ മീനിങ് ഇത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ഈ ഒരു സബ്ജക്റ്റ് ഈ ഒരു ഒബ്ജക്റ്റിനെ ഈ ഒരു വേർബ് ആക്കാം, അല്ലെങ്കിൽ ഈ ഒരു അഡ്ജക്റ്റീവും യൂസ് ചെയ്യാം, വേർബും യൂസ് ചെയ്യാം. വേർബ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ അണ്ടർസ്റ്റാൻഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വേർബ് ആയിട്ട് വരും. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമോഷനോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഫോർ എക്സാമ്പിൾ പറഞ്ഞാലാണ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സബ്ജക്റ്റ് യു, നീ എന്നുള്ളതാണ് സബ്ജക്റ്റ് യൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ എക്സ്പ്രഷൻ ആയിട്ടുള്ള മേക്ക് യൂസ് ചെയ്യുക. യു മേക്ക് മീ എന്ന് പറഞ്ഞാൽ നീ എന്നെ ആക്കും, എന്ത്, ഹാപ്പി. അപ്പോൾ ഇത് നമ്മൾ എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു ഫോർമാറ്റിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യു മേക്ക് മീ ഹാപ്പി എന്ന് പറഞ്ഞാൽ നീ എന്നെ ഹാപ്പി ആക്കാറുണ്ട്. അപ്പോൾ ഇതൊരു റുട്ടീൻ പോലെ, ഒരു ഫാക്ട് പോലെയാണ് നമുക്ക് മീനിങ് കിട്ടുക. കാരണം ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു സ്ട്രക്ചറിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യു മേക്ക് മീ ഹാപ്പി എന്ന് പറഞ്ഞാൽ നീ എന്നെ ഹാപ്പി ആക്കാറുണ്ട് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റിനെ ഈ വേർബ് ആക്കാറുണ്ട് എന്നുള്ളൊരു മീനിങ് ആണ് ഇതിന് കിട്ടുക. സോ യു മേക്ക് മീ ഹാപ്പി എന്ന് പറഞ്ഞാൽ നീ എന്നെ ഹാപ്പി ആക്കാറുണ്ട്. ഇനി ഇതന്നെ നമുക്ക് എന്താക്കാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നിന്ന് നമുക്ക് ഇതിനെ എന്തിക്കാക്കാം, നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലേക്കൊക്കെ ആക്കാം. അപ്പോൾ ഇതിന് ശേഷം സബ്ജക്റ്റിന് ശേഷം ഒരു വിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ എന്തിലേക്ക് പോകും, ഫ്യൂച്ചർ ടെൻസിലേക്ക് ആയിപ്പോകും. സോ ഫോർ എക്സാമ്പിൾ ഐ വിൽ മേക്ക്, പിന്നെ നമ്മൾ എക്സ്പ്രഷൻ യൂസ് ചെയ്തു, പിന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്തു, ഹിം, ഐ വിൽ മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. പിന്നെ നമ്മൾ ഓക്സിലറിയും കൂടി ഇതിന്റെ ഉള്ളിൽ ആഡ് ചെയ്ത് കൊടുത്തു. എന്തിനാ ആഡ് ചെയ്ത് കൊടുത്തത്, നമുക്ക് എന്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഓക്സിലറിയും കൂടി കൊടുക്കാം. അപ്പം നമുക്ക് എന്തായി, നമുക്ക് ഇതിനെ ഏത് ടെൻസിലും കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഫ്യൂച്ചർ ടെൻസ് വരുമ്പോൾ ഐ വിൽ മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് അറിയില്ല. അപ്പം ഐ എന്ന് പറയുന്നത് ഞാൻ, ഈ ഒബ്ജക്റ്റിനെ, അവനെ എന്താക്കാം, മനസ്സിലാക്കിക്കാം. സോ ഐ വിൽ മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം, പറഞ്ഞെന്നല്ല ഞാൻ അവനെ മനസ്സിലാക്കിക്കാം എന്നുള്ളൊരു മീനിങ് ആണ് അതിന് വരുന്നത്. പിന്നെ അതുപോലെ ഷീ മേക്സ് ഹിം പ്രൗഡ്. അപ്പോൾ ലെറ്റ്സ് ഇപ്പോൾ എൻ്റെ താത്തൊക്കെ ഉണ്ടായിരുന്നു. താത്ത എന്ന് പറയുന്നത് എപ്പോഴും നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യുമ്പോൾ ഉമ്മിച്ചി പറയാറുണ്ട് വാപ്പിച്ചീനെ അവള് പ്രൗഡ് ആക്കാറുണ്ട് എന്നുള്ള ലെവലിൽ. സോ ഷീ മേക്സ് ഹിം പ്രൗഡ്, അവൾ അവനെ പ്രൗഡ് ആക്കാറുണ്ട്. ഓക്കെ, ആൻഡ് ഐ വിൽ മേക്ക് ഹിം ഡു ദാറ്റ്. എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഡു ആണ് ഇവിടെ വേർബ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഐ വിൽ മേക്ക് ഹിം ഡു ദാറ്റ് അല്ലെങ്കിൽ ഡു ഇറ്റ്. ഓക്കെ, ഇനി ഇത് എന്ന് പറയുന്ന സാധനം ഈ ഒരാളെ ഇതാക്കുന്നു. സോ ഇറ്റാണ് അവിടെ സബ്ജക്റ്റ് ആയിരുന്നത്. അപ്പോൾ ഇത് എന്നെ നെർവസ് ആക്കുന്നു. ഇറ്റ് മേക്സ് മീ നെർവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ നെർവസ് ആക്കുന്നു. ഇറ്റ് ഡസൻ മേക്ക് മീ നെർവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ നെർവസ് ആക്കുന്നില്ല. കാരണം ഇത് എന്ത് ഫോർമാറ്റിലാണ് എടുക്കുന്നത്, ഇത് നമ്മുടെ സിമ്പിൾ പ്രസന്റൻസിന്റെ ഫോർമാറ്റിലാണ്. മേക്കും ഒക്കെ വരുന്നത് നമ്മുടെ V1 ഫോർമാറ്റിലാണ്. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡു വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുക. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. സോ ഇറ്റ് മേക്സ് മീ നെർവസിനെ നമുക്ക് നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ മേക്ക് മീ നെർവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ നെർവസ് ആക്കുന്നില്ല. ആൻഡ് ഡസ് ഇറ്റ് മേക്ക് മീ നെർവസ് എന്ന് പറഞ്ഞാൽ അതെന്നെ നെർവസ് ആക്കുന്നു. നെർവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പേടി എന്നല്ല, പേടിയും ടെൻഷനും പാടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടാവില്ലേ, ഇങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല, അതിനാണ് നെർവസ് എന്ന് പറയുക. സോ ഇറ്റ് മേക്സ് മീ നെർവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ പേടിപ്പെടുത്തുന്നു അല്ലെങ്കിൽ എന്നെ ഒരു ടെൻഷൻ ആക്കുന്നു. ഇറ്റ് ഡസൻ മേക്ക് മീ നെർവസ്, ഇതെന്നെ അങ്ങനെ ടെൻഷൻ ആക്കിക്കുന്നില്ല. ആൻഡ് ഡസ് ഇറ്റ് മേക്ക് മീ നെർവസ് എന്ന് പറഞ്ഞാൽ അതെന്നെ അങ്ങനെ പേടിപ്പിക്കുക അല്ലെങ്കിൽ ടെൻഷൻ ആക്കുന്നുണ്ടോ എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇത്ര എക്സ്പ്രഷൻസ് കവർ ചെയ്തു. ഇപ്പം തന്നെ 25 മിനിറ്റ് ആയി. ഞാനിത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു 2 സാധനം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മറന്നുപോയി. അപ്പോൾ ഇറ്റ്സ് ഗോണ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഗോയിങ് ടു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഗോണ ആണ് അവിടെ യൂസ് ചെയ്യുക. അതുപോലെ 2 കണക്റ്റഡ് വേർബ്സും കൂടി ഞാൻ കവർ ചെയ്ത് തരാം. ഫസ്റ്റ് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ വാന. അപ്പോൾ വാണ്ട് ടു യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ സ്ട്രക്ചർ അല്ല ഫോളോ ചെയ്യേണ്ടത്, ഈ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യേണ്ടത്. അതായത് ഓക്സിലറിയുടെ പൊസിഷനിലാണ് അത് യൂസ് ചെയ്യേണ്ടത്, ഓക്സിലറിയുടെ ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ വാന എന്ന് പറഞ്ഞാൽ അപ്പോൾ സബ്ജക്റ്റ് യൂസ് ചെയ്യുക. പിന്നെ വാണ്ട് ഒന്നില്ലെങ്കിൽ വാണ്ടായിരിക്കും അല്ലെങ്കിൽ വാണ്ട്സ് ആയിരിക്കും. കാരണം
സിംഗുലാർ ആയി കഴിഞ്ഞാൽ വാണ്ട്സ് ടു, പ്ലൂറൽ ആയി കഴിഞ്ഞാൽ വാണ്ട് ടു. ഓക്കെ, അപ്പോൾ ഐ വാണ്ട് ടു. അപ്പോൾ ഇതിന്റെ മീനിങ് വരുന്നത് എനിക്കത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അത് എനിക്ക് ചെയ്യണം, അല്ല ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ളൊരു മീനിങ്, ഡിസേർ ഉണ്ട് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ആൻഡ് ഷീ വാണ്ട്സ് ടു ട്രാവൽ, അവൾക്ക് ട്രാവൽ ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ട് എന്ന് മലയാളത്തിൽ പറയില്ലേ, ഷീ വാണ്ട്സ് ടു ട്രാവൽ, അവൾക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ട്. ഐ വാണ്ട് ടു ഗോ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകണമെന്നുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ, എനിക്ക് പോകണമെന്നില്ല. ആൻഡ് പിന്നെ നമ്മൾ ഒരാൾ വിളിക്കില്ല, നിനക്ക് അവൻ്റെ കൂടെ പോകണമെന്നുണ്ടോ, സോ ഡു യു വാണ്ട് ഗോ വിത്ത് ഹിം, ഡു യു വാണ്ട്. അപ്പോൾ വാണ്ട് ടുവിനാണ് നമ്മൾ വണ യൂസ് ചെയ്യുന്നത്. സോ ഡു യു വാണ്ട് ഗോ, അപ്പോൾ നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ വണ എന്ന് പറഞ്ഞാൽ ആഗ്രഹമുണ്ടോ എന്നാണ് അവിടെ മീനിങ് വരുന്നത്. ആഗ്രഹമുണ്ട്, ചെയ്യാൻ ആഗ്രഹമുണ്ടോ, ചെയ്യാൻ ആഗ്രഹമുണ്ടോ, ചെയ്യാൻ ആഗ്രഹമില്ല എന്നൊക്കെയാണ് വണ വരുന്നത്. ആൻഡ് അത് യൂസ് ചെയ്യേണ്ട ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിലറിയുടെ പൊസിഷനിലാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വേറൊരു സാധനമാണ് ഹാവ് ഗോ ടു. അത് എക്സാക്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലൊക്കെയാണ് വരിക. അതൊന്നും നിങ്ങൾ ആലോചിക്കാൻ നിൽക്കണ്ട. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് ഗോ ടുനെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഗോറ കിട്ടും, ഗോറ. അപ്പോൾ ഹാവ് ടു, ഹാസ് ടുവിന്റെ മീനിങ് എന്താ, ചെയ്യണം. ചെയ്യണം, അവനക്കത് ചെയ്യണം, എനിക്കിത് ചെയ്യണം, ആ ഒരു ബാക്കിൽ നിന്ന് പ്രഷറുള്ള എനിക്കത് ചെയ്യണം, എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് പോകണം എന്നുള്ള സെയിം സാധനം തന്നെയാണ് ഗോറ കൊടുത്തു കഴിഞ്ഞാലും സെയിം മീനിങ് ആണ് കിട്ടുക. ഗോറ കുറച്ചും കൂടി കാഷ്വൽ ആയിട്ട് വളരെ കോമൺ ആയിട്ട് നേറ്റീവ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഐ ഹാവ് ടു ഗോ എന്നുള്ളതിന് പകരം ഐ ഗോറ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകണം എന്ന് മീനിങ് ആയി. ഐ ഗോറ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകണം. ഐ ഹാവ് ടു ഗോന്റെ സെയിം മീനിങ് തന്നെയാണ് ഐ ഗോറ ഗോ എന്നും കിട്ടുന്നത്. ആൻഡ് ഷീസ് ഗോറ work tomorrow എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഈസ് എന്ന് പറയുന്നത് ഹാസ് ആണ് ശരിക്കും. ഷീസ് ഗോറ വർക്ക് ടുമോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓക്കെ ഐ ഹാവ് ടു ഗോ, ഇതിൽ നമ്മൾ ഓക്സിലറീസ് വരുന്നില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ ഓക്സിലറി യൂസ് ചെയ്യണം. ഓക്സിലറി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഹാവും ഹാസും ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഗോറ യൂസ് ചെയ്യേണ്ടത്. സോ ഓക്സിലറി ഹാസും ഹാവും ആയിരിക്കും, അതിനുശേഷം ഗോറ യൂസ് ചെയ്യുക. ഗോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഗോ ടുവിനെ ചേർത്ത് എഴുതുന്നതാണ് ഗോട്ട. അപ്പോൾ ഗോ ടുവിനെ ചേർത്ത് എഴുതുന്നതാണ് ഗോറ്റ. അപ്പോൾ നിങ്ങൾ അതൊന്നും ആലോചിക്കേണ്ട. ഹാസ് ടുവിനും ഹാവ് ടുവിനും പകരം നിങ്ങൾക്ക് ഇങ്ങനെയും പറയാൻ പറ്റും. ഇപ്പോൾ ഐ ഹാവ് ടു ഗോ എന്നുള്ളതിന് പകരം അഗ്വാറ ഗോ എന്ന് പറയാൻ പറ്റും. അഗ്വാറ ഗോ. അതുപോലെ തന്നെ നമ്മളുടെ അവനിക്ക് നാളെ പണിയെടുക്കണം. ഷീ ഹാസ് ടു വർക്ക് ടുമോറോ, അവൾക്ക് നാളെ വർക്ക് ചെയ്യണം എന്നുള്ളതിന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും, she's got to work tomorrow എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൾക്ക് പണിയെടുക്കണം എന്നാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് പിന്നെ we gotta leave early എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരത്തെ പോകണം. we gotta leave early എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരത്തെ പോകണം. അതുപോലെ തന്നെയാണ് I haven't go to. അപ്പോൾ നെഗറ്റീവ് ആക്കുമ്പോൾ ഗോറ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ I haven't go to, അല്ലെങ്കിൽ I haven't go to study, have I go to study. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഹാവ് ടു യൂസ് ചെയ്യുക. ഹാവ് ടുവിന് പോസിറ്റീവ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് ഗോട്ടൊക്കെ യൂസ് ചെയ്യാൻ കാണാറുണ്ട്. അപ്പോൾ ഗോട്ട ശരിക്കും ലൈക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലും സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലും യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ലൈവിൽ കവർ ചെയ്യാം, കാരണം ഇത് ഭയങ്കര ലെങ്തിയർ ആയി പോയിട്ടുണ്ട്. സോ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഐ ഹാവ് ടു ഗോന് പകരം ഐ ഗോറ ഗോ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഐ ഹാവ് gotta go യൂസ് ചെയ്യാൻ പറ്റും, I gotta go യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ലൈവിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. 28 മിനിറ്റ് എന്നെ പിള്ളേർ കൊല്ലോടാ.